5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ആശയ്ക്ക് ഇൻസെന്റീവ് കേന്ദ്ര സർക്കാർ കൂട്ടട്ടെ, ഓണറേറിയം കേരള സർക്കാർ കൂട്ടുക. സമരം പെട്ടെന്ന് തീരും. ഇപ്പൊ അവർക്ക് 7,000 രൂപ കിട്ടുന്നു എന്ന് പറയുന്നത് 10,000 കിട്ടും. എന്തായാലും 10,000-ൽ താഴെയാണ് പല കണക്കുകൾ പറയുന്നത്. എന്തായാലും 7,000 മുതൽ 10,000 വരെ. 7,000 ആശാ വർക്കേഴ്സ് പറയുന്നത്. 10,000-ന്റെ കണക്കുകളും കേൾക്കുന്നുണ്ട്. അതിൽ ഇൻസെന്റീവും ഉണ്ട്, ഓണറേറിയവും ഉണ്ട്. ഇൻസെന്റീവ് കൂട്ടേണ്ടതാരാ? കേന്ദ്ര ഗവൺമെന്റ്. അപ്പോൾ അവർ കുറച്ച് കൂട്ടട്ടെ. കേന്ദ്ര ഗവൺമെന്റിൽ സുരേഷ് ഗോപിയും ഇവിടുത്തെ BJP-ക്കാരും സുരേന്ദ്രനും എല്ലാം കൂടി സമ്മർദ്ദപ്പെടുത്തി JP നദ്ദയെ കൊണ്ട് അത് നാഷണൽ ലെവലിൽ കൂടുകയുള്ളൂ. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തെയും ആശമാർക്കുള്ള ഇൻസെന്റീവ് കൂട്ടട്ടെ. കേന്ദ്ര ഗവൺമെന്റ് കുറച്ച് കൂട്ടട്ടെ. ആശമാർക്ക് കാശ് കിട്ടിയാൽ മതിയല്ലോ. കുറേ ഓണറേറിയം കേരള സർക്കാരും കൂട്ടട്ടെ. അപ്പോൾ കേരള സർക്കാരും കുറച്ച് ഓണറേറിയം കൂട്ടണം, കേന്ദ്ര സർക്കാർ ഇൻസെന്റീവും കൂട്ടണം. ഇപ്പൊ 2 കൂട്ടരും കൂട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് പണം കിട്ടും, തീർച്ചയായിട്ടും പണം കിട്ടും. അപ്പൊ മുദ്രാവാക്യം നമുക്ക് ഇങ്ങനെ മാറ്റാം: കേന്ദ്ര സർക്കാരെ ഇൻസെന്റീവ് കൂട്ടൂ, കേരള സർക്കാരെ ഓണറേറിയം കൂട്ടൂ, വർദ്ധിപ്പിക്കൂ. അങ്ങനെ മാന്യമായ തുക കൊടുക്കുക. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ലേ 700 രൂപ കൊടുക്കാമെന്ന്. പിന്നെ എന്തേ കൊടുക്കാൻ പ്രയാസം? ആദ്യം പറഞ്ഞവർ അർഹതയില്ലെന്ന്, പിന്നെ കുറച്ച് കടുത്തപ്പോൾ പറയുന്ന അർഹതയുണ്ട്, ആളെണ്ണം കുറവാണെന്ന്. നിങ്ങൾ അർഹതയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആ ഡിമാൻഡൊക്കെ കറക്റ്റാണ്, പക്ഷെ നിങ്ങൾ എണ്ണം കുറവാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു എണ്ണം കുറവല്ല പ്രശ്നം, നിങ്ങൾ സൂസിക്കാരാന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു നിങ്ങൾക്ക് അർഹത ഉണ്ടെങ്കിൽ ഞങ്ങളിൽ പൈസ ഇല്ല തരാനെന്ന് പറയുന്നു. ഏതെങ്കിലും ഒന്ന് പറയണ്ടേ? തുടക്കം പറഞ്ഞു ഈ സമരം അനാവശ്യമാണ്, സമ്മതിച്ചു. പിന്നെ പറഞ്ഞു ഈ സമരത്തിൽ ആളെണ്ണം കുറവാണ്, സമ്മതിച്ചു. പിന്നെ പറഞ്ഞത് സൂസിമാരാണ് ഈ സമരം നടത്തുന്നത്. പിന്നെ പറയുന്നു സമരത്തിൽ ഡിമാൻഡിലൊരു കാര്യമില്ല. പിന്നെ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്. ശരിക്കു പറഞ്ഞാൽ ഇൻസെന്റീവ് കൂട്ടിക്കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. അവർ ഇൻസെന്റീവ് കൂട്ടണം, അത് പിടിച്ചു വാങ്ങണം ആശാ വർക്കേഴ്സ്. ഓണറേറിയം കൂട്ടേണ്ടതാരാ? കേരള സർക്കാരാണ്. അപ്പോൾ കേരള സർക്കാർ ഓണറേറിയം കൂട്ടട്ടെ, മറ്റവർ ഇൻസെന്റീവ് കൂട്ടട്ടെ. അങ്ങനെ നമ്മുടെ ആശമാരുടെ സമരം എന്നേക്കുമായി തീരട്ടെ. പക്ഷെ ആശമാരുടെ സമരം തീരുമ്പോൾ വേറെ കുറച്ച് ചേച്ചി ആശമാർ, ജൂനിയർ ആശമാർ അവിടെ കിടപ്പുണ്ട്, അംഗനവാടികൾ ടീച്ചർമാർ. അവരും ഇതുപോലെ പണം കൂട്ടണമെന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. അപ്പൊ അതിനും ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ 700 രൂപ വച്ചതൊരു പുലിവാലായെന്ന് തോന്നണേ. ഒരു ആവേശത്തിൽ അങ്ങ് പ്രകടന പത്രികയിൽ വച്ചതാണ് എല്ലാവർക്കും 700 രൂപ കൊടുക്കാമെന്ന്. പക്ഷെ ഇപ്പൊ ആവേശമൊക്കെ പൊഴിഞ്ഞ് അതിൽ തൂങ്ങിപ്പിടിച്ചാണ് അംഗനവാടികൾ നിൽക്കുന്നത്. ഇനി അംഗനവാടികൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബാലവാടി ടീച്ചർ എന്ന് പറഞ്ഞ് വേറൊരു ഭാഗമുണ്ട്. ഇവിടെ ആയമാര് അങ്ങനെയൊക്കെ വേറെ കുറെ ടീമുകളുണ്ട്, അവർ വരും. പിന്നെ ഹരിതകർമ്മസേന വരും, തൊഴിലുറപ്പുകാർ വരും. ഇങ്ങനെ അസംഘടിത മേഖലയിൽ നിൽക്കുന്ന തൊഴിലാളി എന്ന കേഡറിൽ വന്നിട്ടില്ലാത്ത, അതിന്റെ ജോബ് കാർഡിന് അങ്ങനത്തെ കാർഡുകളൊന്നും കിട്ടാതിരിക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. അവരെല്ലാം വരും. അവരെല്ലാം 700 രൂപയിൽ പിടിച്ചാണ് നിൽക്കുന്നത്. ഈ പ്രകടന പത്രികയിൽ 700 രൂപയിൽ പിടിച്ച് നിൽക്കുകയാണ്. 21,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. 21,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ സമരത്തെ പരിഹസിച്ച് പരിഹരിക്കാൻ കഴിയുന്നതല്ല. അല്ലാതെ പരിഹരിക്കാനുള്ള ഏക മാർഗം കേന്ദ്ര സർക്കാരെ ഇൻസെന്റീവ് കൂട്ടിത്തരൂ, കേരള സർക്കാരെ ഓണറേറിയം വർദ്ധിപ്പിക്കൂ. അങ്ങനെ സമരം നമുക്ക് പ്രതിസന്ധിയിലെത്തിക്കാം. നമ്മുടെ സഹോദരിമാരെയും അമ്മമാരെയും അവരെ വീടുകളിൽ പറഞ്ഞ് സ്വസ്ഥമായി അയക്കാം. ഇപ്പോൾ സഹോദരിമാരും അമ്മമാരെ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ മക്കൾ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിള്ളേരെല്ലാം കൂടി ഇനി വരുമെന്നാണ് തോന്നുന്നത്. ഭർത്താക്കന്മാരുണ്ട്, എവിടെയൊക്കെ ഭർത്താക്കന്മാർ വീട്ടിലുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. അവരെല്ലാം കൂടി ഇനി വരുമോ എന്നറിയില്ല. ചിലപ്പോൾ ഇനി അടുത്തത് ഭർത്താക്കന്മാരുടെ സംഗമവും കുട്ടികളുടെ സംഗമവും ഒക്കെ നടന്നേക്കാം, കുടുംബ സംഗമവും ഒക്കെ നടന്നേക്കാം. ഉപവാസ സമരം ആണല്ലോ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആശമാരുടെ ഈ സമരം ആ രൂപത്തിൽ പരിഹസിച്ച് തള്ളിക്കളയാതെ അവർ ഉയർത്തുന്ന കാര്യങ്ങളിൽ മെരിറ്റുണ്ടല്ലോ ഉണ്ടെങ്കിൽ എന്നൊരു ചോദ്യമല്ല, മെരിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ സംയമനത്തിലൂടെ, ചർച്ചകളിലൂടെ, സമന്വയത്തിലൂടെ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയട്ടെ. സംസ്ഥാന ഗവൺമെന്റും ആ നിലയിൽ മുൻകൈയെടുക്കണം. കേന്ദ്രത്തിന് തീർച്ചയായിട്ടും ഇൻസെന്റീവ് കൂട്ടുന്ന അടക്കമുള്ള റിക്വസ്റ്റ് അയക്കുകയും വേണം. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടല്ലോ, അത് കൊടുക്കണം. വക മാറ്റി ചിലവഴിച്ചു എന്ന് വല്ല പരാതി ഉണ്ട്, അതും ചെയ്യരുത്. ആ രീതിയിൽ NHM-ന് നല്ല ഡയറക്ടർ വയ്ക്കുക. ഇപ്പൊ ഇരിക്കുന്ന അദ്ദേഹത്തെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് തെളിയിച്ചല്ലോ അദ്ദേഹം. അപ്പൊ നല്ലൊരു ഡയറക്ടർ വയ്ക്കുക, നല്ല സംവിധാനങ്ങളിലേക്ക് പോട്ടെ. എന്തായാലും ആശാ വർക്കേഴ്സിന്റെ സമരം കഴിയുന്നത് വേഗം തീരട്ടെ.